പഴയ സിനിമ സംവിധായകനും സിനിമ എടുപ്പുകാരനുമൊക്കെയാണ്. സംവിധായകനല്ല, സിനിമ എടുപ്പുകാരനൊക്കെയാണ്. അപ്പം ആളുകളെ കൈകാര്യം ചെയ്യാനൊക്കെ നന്നായിട്ട് അറിയാം. പാലായിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് ഈ മാണി സി കാപ്പൻ. പേരിൽ തന്നെ ഒരു മാണിയുണ്ട്. കെ എം മാണി ഇപ്പുറത്തുണ്ടെങ്കിൽ ഒരു മാണിയും ഉണ്ട്. മാണി സി കാപ്പൻ ആള് കണ്ടാൽ ഒരു ഒന്നൊന്നര സൈസും ഉണ്ട്. നമ്മളെ ജോസ് കെ മാണിയൊക്കെ സൂക്ഷിച്ച് കളിക്കണം. പാല ചോദിച്ചാൽ കിട്ടുന്ന പ്രശ്നമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ UDF LDF ഞാൻ ചിലപ്പോൾ LDF പോവും, ചിലപ്പോൾ UDF നിൽക്കും. അതൊക്കെ എൻ്റെ കാര്യം. പക്ഷേ പാല ഇനി തരുന്ന പ്രശ്നമില്ല. ഞാൻ അത്രമാത്രം കഷ്ടപ്പെട്ട് നിരവധി വർഷങ്ങളിൽ എപ്പോഴൊക്കെ കെ എം മാണി മത്സരിക്കുമോ അപ്പോഴെല്ലാം കെ എം മാണിയോടൊപ്പം മത്സരിച്ച് തോറ്റ സ്ഥാനാർത്ഥിയായിട്ടാണ് പറയുന്നത്. പാലായുടെ റിസൾട്ട് വരുമ്പോൾ, മറ്റ് അസംബ്ലി മണ്ഡലങ്ങളുടെ റിസൾട്ട് വായിക്കുമ്പോൾ, പാലായുടെ റിസൾട്ട് എത്തിക്കഴിയുമ്പോൾ വളരെ വലിയ ഭൂരിപക്ഷത്തിലേക്ക് കെ എം മാണി സാറ് പൊക്കൊണ്ടേയിരിക്കും. അപ്പോഴെല്ലാം മാണി സി കാപ്പൻ വളരെ പാവപ്പെട്ടവനെ പോലെ ഒറ്റയ്ക്ക് തനിക്ക് എന്തെങ്കിലും ഒരു അവസരം ജീവിതത്തിൽ പാലക്കാർ നൽകുമെന്ന് വളരെ കോൺഫിഡൻസോടുകൂടി പാലയിൽ നിന്ന് മാറാതെ നിന്ന ആളാണ് മാണി സി കാപ്പൻ. സുരേഷ് ഗോപിയൊക്കെ തൃശ്ശൂർ നിന്നു. അത് പക്ഷേ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തോളൂ. ഇപ്പം കൂടെ തോറ്റിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ പല സ്ഥാനാർത്ഥികളും അങ്ങനെയാണ്, തോറ്റ സ്ഥലത്ത് തന്നെ വീണ്ടും. ഇത് മാണി സി കാപ്പൻ എത്ര വർഷമാണ് തോറ്റത്. അങ്ങനെ തോറ്റ് നിന്നിട്ടും എത്ര തവണ തോറ്റിട്ടും അവിടെ വളരെ കോൺഫിഡൻസോടുകൂടി നിന്ന് ആ സീറ്റ് വിജയിപ്പിച്ചെടുത്തു. ഇപ്പോൾ 2 പ്രാവശ്യം ഉപതെരഞ്ഞെടുപ്പിലും ജയിച്ചു, ഇപ്പോഴും ജയിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും മാണി സി കാപ്പൻ അർഹപ്പെട്ടതാണത്. ആ സീറ്റ് വിട്ടു തരൂല എന്ന് തന്നെയാണ് മാണി സി കാപ്പൻ പറയുന്നത്. അത് കണ്ണിൽ വെച്ചുകൊണ്ട് എന്തായാലും ജോസ് കെ മാണി വെള്ളം അടുപ്പിൽ വയ്ക്കണ്ട. ജോസ് കെ മാണി പറഞ്ഞു ഞങ്ങളെ കണ്ടുകൊണ്ട് UDF വെള്ളം അടുപ്പിൽ വെക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ മാണി സി കാപ്പൻ പറഞ്ഞു എന്നെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ സ്ഥാനാർത്ഥിത്വം കണ്ടുകൊണ്ട് പാലായിലേക്ക് വരാം എന്നും പറഞ്ഞ് ഇവരാരും വെള്ളമൊന്നും കോരി വെക്കണ്ട, നിങ്ങളങ്ങനെ കുളിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല, ഇത് എൻ്റെ മണ്ഡലമാണ്, ഇനി ഞാൻ തീരുമാനിക്കും. എനിക്കെന്തെങ്കിലും നിൽക്കണ്ട എന്ന് തോന്നുകയോ അല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും ആവുന്നത് വരെ ഞാനിവിടെ തന്നെ തുടരും. എന്തായാലും മാണി സി കാപ്പൻ സീരിയസ് ആയിട്ട് അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പ്രയാസമാണ് ഇനി ജയിച്ചെടുക്കാൻ. കാരണം അദ്ദേഹം മണ്ഡലം നിറഞ്ഞു നിൽക്കുകയാണ്. വളരെ വലിയ തോതിലാണ് അവിടുത്തെ ജനകീയനായിട്ട് അദ്ദേഹം നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മാണി സി കാപ്പനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് കേരള കോൺഗ്രസിൽ വലിയൊരു കീറാമുട്ടി ഉണ്ടാക്കുന്നുമുണ്ട്. കാര്യം പാലയിൽ ജോസ് കെ മാണിക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ എവിടെയാണ് ജയിച്ചു കയറാൻ കഴിയുക എന്നൊരു ചോദ്യവും അവർ അലട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അത്രയും സുരക്ഷിതമായിട്ടുള്ള കടുത്തുരുത്തി പോലുള്ള, ചങ്ങനാശ്ശേരി പോലുള്ള, അല്ലെങ്കിൽ പൂഞ്ഞാർ പോലുള്ള വളരെ സുരക്ഷിതമാണെന്ന് തോന്നുന്ന മണ്ഡലങ്ങളിൽ ചെന്ന് നിൽക്കണം. അങ്ങനെ ആയാലും തോറ്റുപോയാൽ പിന്നെ രാഷ്ട്രീയ ഭാവി പ്രശ്നമാണ്. അതുകൊണ്ട് UDF നിൽക്കുന്നതാണോ നല്ലത്, LDF നിൽക്കുന്നതാണോ നല്ലതെന്നുള്ള ചർച്ചകൾ നടക്കുന്നു. ഇനി UDF വന്ന് ജോസ് കെ മാണി വന്ന് UDF കൂടി സ്ട്രോങ് ആയിട്ട് മാണി സി കാപ്പൻ്റെ സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ മാണി സി കാപ്പൻ ഇടതുപക്ഷത്തിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നാലും അത്ഭുതമില്ല. രാഷ്ട്രീയമാണ്, എന്ത് സംഭവിക്കാം. 1 2 1 3 അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ എന്ത് കാര്യവും സംഭവിക്കാം. എന്തായാലും തൽക്കാലം മാണി സി കാപ്പൻ പാല വിടാൻ തയ്യാറല്ല. ഏത് മുന്നണിയിൽ നിന്നാലും ഞാൻ പാലക്കാരനാണ്, പാലയിൽ തന്നെ ഉണ്ടാകും, പാലയുടെ പ്രതിനിധിയായിട്ട് തന്നെ ഞാൻ തുടരും എന്നാണ് മാണി സി കാപ്പൻ്റെ ഉറച്ച പ്രഖ്യാപനം.